ആദ്യം തന്നെ പോകുന്നത് കൊച്ചി അവിടെ ആലുവയിൽ നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിൽ ഇടിച്ചു കയറിയാണ് ഈ രണ്ടുപേരുടെ മരണം ഉണ്ടാക്കിയത്. വലിയൊരു അപകടം. അത് ആന്ധ്രാപ്രദേശിൽ നിന്ന് മത്സ്യവുമായി വന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച രണ്ടുപേരും ആന്ധ്ര സ്വദേശികളാണ്. നിയന്ത്രണം തെറ്റി മെട്രോ മെട്രോ തൂണിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല വേഗത്തിലായിരുന്നു തോന്നുന്നു. അത്രമാത്രം വലിയൊരു ആഘാതം ആ അപകടത്തിൽ ഐഡിയയിൽ കാണാൻ കഴിയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ആ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണല്ലോ, കുപ്പൂത്തി നിൽക്കുന്ന പോലെ നിൽക്കുന്നു ആ ട്രക്ക്. എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ വേഗതയിൽ വരികയായിരുന്ന ലോറി നേരെ മെട്രോ തൂണിലേക്ക്, മുട്ടം യാർഡ് അവിടെയുള്ള മെട്രോ തൂണിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഇടിയുടെ ആഘാതം, വലിയ ശബ്ദം കേട്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. അപ്പോൾ മറ്റ് വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർ, വാഹനം ഓടിച്ചിരുന്നവർ ഉറങ്ങിപ്പോയി എന്നതാണ് പ്രാഥമികമായ ഒരു നിഗമനം. നാട്ടുകാരും അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് പെട്ടെന്നെത്തിയ പോലീസും എല്ലാം ചേർന്നാണ് ഈ ലോറിയുടെ മുൻഭാഗം അത് പൂർണ്ണമായും നിശേഷം തകർന്ന രീതിയിലാണ്. അത്രയ്ക്ക് വലിയ ഒരു ഇടിയാണ് വാഹനം കൊണ്ടുചെന്ന് ഇടിച്ചിരിക്കുന്നത്. ആ ആഘാതത്തിൽ പൂർണ്ണമായിട്ട് തന്നെ തകർന്നു. അതിൽ നിന്നാണ് ഇവരെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കുന്നത്. രണ്ടുപേരും മരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു. ആന്ധ്ര സ്വദേശികളായ യെല്ലാണ്ടി മല്ലികാർജുന, അതോടൊപ്പം ഷെയ്ഖ് ഹബീബ് ഭാഷ എന്നിവരാണ്. ഈ രണ്ടുപേരുമാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടേത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും, മറ്റൊരാളുടേത് ഇവിടെ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. രണ്ടുപേരും മൃതദേഹങ്ങൾ ഈ രീതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇവര് തിരിച്ചറിയൽ രേഖകൾ വഴിയാണ് ഇവര് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായത്. ഏതായാലും ഇത് സംബന്ധിച്ച് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു വാഹനങ്ങൾ കുറുകെ പോവുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ പ്രാഥമികമായും മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും പോലീസ് അന്വേഷണത്തിൽ പ്രാഥമികമായി വിലയിരുത്തുന്നതും ഇവർ ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. മെട്രോ തൂണിലേക്ക് വന്നിരിക്കുകയായിരുന്നു. മറ്റു വാഹനങ്ങളൊന്നും തന്നെ അപകടത്തിൽപ്പെട്ടതിന്റെയോ ഒന്നും തന്നെ ലക്ഷണങ്ങൾ ചുറ്റുപാടോ ഒന്നും തന്നെ ഇല്ല. ഈ ഭാഗത്തേക്ക് സ്വതവേ വാഹനങ്ങൾ വലിയ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടിയെല്ലാം തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കടന്നുപോയതാകാം. ഈ സമയവും കൂടി കണക്കെടുത്താണ് പോലീസ് പറയുന്നത്. ഉറങ്ങിപ്പോകാൻ ഉള്ള ഒരു സാധ്യത തന്നെയാണ് കൂടുതലായും ഉള്ളത്. രണ്ടുപേരും ആന്ധ്ര സ്വദേശികളായിരുന്നു. ഇവിടേക്ക് ആലപ്പുഴയിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന ലോറിയാണ് ഇത്. ഇവര് ഉടമസ്ഥരെ എല്ലാം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടേക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന വിവരങ്ങൾ ആരുടേതെന്നെല്ലാം തന്നെ ശേഖരിച്ച് അവരുമായിട്ടെല്ലാം തന്നെ ഈ അപകട വിവരം അവർക്കും കൈമാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത് സംഭവിക്കുന്നത്. ഡാനി, വലിയൊരു അപകടം. അതിൽ രണ്ടുപേർക്കും ജീവൻ നഷ്ടമാകുന്നു. ഈ മത്സ്യം കയറ്റി വന്ന കണ്ടെയ്നർ ആണെന്ന് മനസ്സിലായത്. അത് എങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു എന്നുള്ളതിൽ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇത് പതിവായി ഈ മത്സ്യം കയറ്റി വരുന്ന കണ്ടെയ്നർ ആകുമ്പോൾ ഇവർ സ്ഥിരമായി ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന തൊഴിലാളികളുമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വഴി പരിചിതമായിരിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എപ്പോൾ പോലും അപകടം എങ്ങനെ നടന്നു എന്നുള്ളതിൽ വ്യക്തത വരണം. ഡാനി, ഇത് എങ്ങോട്ട് പോവുകയായിരുന്നു എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? ഇത് ആലപ്പുഴയിലേക്കായിരുന്നു. ആലപ്പുഴ ഇത് ചെമ്മീനായിരുന്നു അതിനകത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ സംസ്കരണ യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആന്ധ്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ലോഡായിരുന്നു. അത്തരം കാര്യങ്ങൾ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഇവിടേക്ക് വരുന്ന യൂണിറ്റുകളെല്ലാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പോലീസ് കരുതുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന പറയുന്നത്, ഉറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കൂടുതലായും കാണുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു സമയം. അതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് എത്തിയപ്പോൾ അവരെ ഉറങ്ങിപ്പോകാതാകാമെന്ന് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ റോഡ് ആലുവയിൽ നിന്ന് പൊതുവെ ഈ മുട്ടമയാട് ആ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിൽ തന്നെ തിരക്ക് കുറഞ്ഞ ഒരു ഭാഗമാണ്. ആ ഭാഗത്തേക്ക് വലിയ തിരക്കുണ്ടാവാറില്ല. അപ്പോൾ ഈ പുലർച്ചെയാവുമ്പോൾ ആ റോഡ്, ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ
ദേശീയപാത അത് വളരെ സുഗമമായി കടന്നു പോകാം. അതുകൊണ്ട് വലിയ വേഗതയിൽ തന്നെയായിരിക്കും ഈ സമയത്തെല്ലാം തന്നെ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നത്, എല്ലാം ചെയ്യുന്നത്. അന്യസംസ്ഥാന ലോറികളെല്ലാം വലിയ വേഗതയിൽ ആ സമയത്ത് കടന്നു പോകുന്നതെല്ലാം തന്നെ ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് നിയന്ത്രണം വിട്ട് ആ രീതിയിലേക്കാണ് വാഹനത്തിന്റെ ഒരു കിടപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് വന്ന് ഇടിക്കുന്ന പോലെ തന്നെ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഒരു അപകടത്തിൽപ്പെടുന്നതിന്റെയോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള CCTVയുടെ ഒരു പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പോലീസ് പറയുന്നത് മനസ്സിലാക്കുന്ന മറ്റൊരു വാഹനമോ അതിനിടയിൽ വന്നിട്ടില്ല. കാര്യങ്ങളൊന്നും ഒരു ക്രോസിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് അമർത്തുന്ന ഒരു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇത് തന്നെയാവാൻ സാധ്യത എന്നാണ് വൻസ് പോലീസ് അനുമാനിക്കുന്നത്. നേരെ മെട്രോ പില്ലറിൽ വന്ന് ശക്തമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതം അത് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന്. അത് ആ ട്രക്കിന്റെ മുൻഭാഗം പൂർണ്ണമായി, ഇത് 2 ക്യാബിനുകളായി തിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ ട്രക്കിനല്ല. അതുകൊണ്ട് ഈ കണ്ടെയ്നർ അല്ലാതെ മുൻഭാഗം ഡ്രൈവർ ക്യാബിനുള്ള ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത്രയ്ക്ക് വലിയ രീതിയിൽ തന്നെയായിരുന്നു വാഹനം വന്ന് ഇടിച്ചത്. ശബ്ദം കേട്ടായിരുന്നു ചുറ്റുപാടുമുള്ളവർ ഇവിടേക്ക് വരുന്നത്. ചുറ്റുപാടും പരിസരത്തെല്ലാം ഉണ്ടായിരുന്നവർ വീടുകളിൽ നിന്ന് ഉറക്കം വിട്ട് എഴുന്നേറ്റ് തിരിച്ച് ഇവിടേക്ക് റോഡിലേക്ക് എത്തുന്ന വലിയ രീതിയിലൊരു ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എത്തി ഈ 2 പേരെയും തന്നെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. പക്ഷെ ഏതാണ്ട് അവർ മരിച്ച ഒരവസ്ഥയിലായിരുന്നു എന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ഉള്ളൊരു അവരുടെ ഒരു ആരോഗ്യാവസ്ഥ എന്ന നാട്ടുകാരെ പറയുന്നു. അവിടെ നിന്ന് നീക്കം ചെയ്യുമ്പോൾ തന്നെയും 2 പേരും ഏതാണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു എന്നാണ്. അത്രയ്ക്ക് ഇടിയുടെ ഒരു ആഘാതം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അവരെ പുറത്തെടുക്കാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും രക്ഷാപ്രവർത്തകർ നാട്ടുകാരെല്ലാവരും വളരെ പെട്ടെന്ന് സംഘടിച്ചെത്തി ആശുപത്രികളിലേക്കെല്ലാം തന്നെ നീക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. 2 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ ഈ കമ്പനികളെയും ഇവിടേക്ക് അയച്ച ആന്ധ്രയിലെയും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെയും എല്ലാം തന്നെ 2 കമ്പനി അവരെയും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ലോറി അപകടത്തിൽപ്പെട്ട വിവരങ്ങൾ, 2 പേർ മരണപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഇവരെയും അറിയിച്ചിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചി ആലുവയിൽ അവിടെ മുട്ടം യാർഡിന് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ആന്ധ്ര സ്വദേശികളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. മത്സ്യം ചെമ്മീൻ കയറ്റി വന്നതാണ് എന്നാണ് ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും ആ ലോറിയുടെ മുൻ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിൽ ഒരു അതിവേഗത്തിൽ വന്നുള്ള ഒരു ആഘാതത്തിലുള്ള ഇടിയായിരുന്നുവെന്ന് മനസ്സിലാക്കണം. ആ ദൃശ്യങ്ങളിൽ തന്നെ 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റേ